ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ഉഴുന്നുപൊടി എന്ന് പറയുന്ന സാധനമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ അതിന് ഉഴുന്നുപൊടി എന്നാണ് പറയുന്നത്, ചിലർ ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉഴുന്നുപൊടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറ്റൽ മുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന എരിവെന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. അപ്പോൾ നമ്മുടെ എടുക്കുന്ന ഉഴുന്നിനനുസരിച്ചിട്ട് വേണം വറ്റൽ മുളക് എടുക്കാൻ. ഇത് നമുക്ക് ഈ എണ്ണയിലിട്ട് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മുളക് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു മൂത്ത മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളകൊന്ന് കോരിയെടുക്കാം. നമ്മൾ മുളക് വറുത്ത അതേ പാനിലോട്ട് തന്നെ നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നത് 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൗളിൽ 1 കപ്പ് ഉഴുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്നൊക്കെ അതേ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് അനുസരിച്ച് ഇവിടെ ഇച്ചിരി കൂടുതൽ എരിവ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളക് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് വേണം ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ചെയ്യരുത്, ഉഴുന്നൊക്കെ കരിഞ്ഞു പോകും. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഇതേ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതെ, ആ ചൂടിൽ കിടന്ന് അത് മൂത്ത് വന്നോളും. നല്ല ചൂടായിട്ട് കിടക്കുവാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഏകദേശം 1 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കാം. മുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് നന്നായിട്ട് തണുക്കട്ടെ, എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അതേ ഉഴുന്നും മുളകും ആ കൂട്ടൊക്കെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം നമുക്ക്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിക്കുമ്പം നല്ല ഫൈനായിട്ടും പൊടിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു തരിതരിപ്പായിട്ടും പൊടിക്കാം. ചെറിയ തരിതരിപ്പായിട്ട് പൊടിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതേ നമ്മൾ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ കുറേ നാളിരിക്കും കേട്ടോ. പിന്നെ രാവിലെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒന്നും വേറെ കറി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചാലിച്ചിട്ടാണ് കഴിക്കേണ്ടത്. കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.